നമസ്കാരം. എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി സ്കൂൾ ട്യൂട്ടർ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മോഡൽ എക്സാം ടഫായി കഴിഞ്ഞാൽ ഫൈനൽ എക്സാമും ടഫാവും എന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നു വളരെ രസകരമായിട്ടുള്ള ചോദ്യമാണ്. വാട്സപ്പിലായാലും എല്ലാവരും തന്നെ ഒരു ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായും ഇതുപോലെയുള്ള SSLC പരമായ അപ്ഡേറ്റ്സിനും അതോടൊപ്പം തന്നെ IT ക്ലാസ്സിനും മറ്റെല്ലാ കാര്യങ്ങളും ഈ ചാനലിലുണ്ടാകും. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, SSLC വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമായിട്ട് അവർക്ക് എല്ലാ ദിവസവും കൃത്യമായിട്ട് സ്റ്റഡി ടൈം ടേബിളും അതോടൊപ്പം തന്നെ നോട്ട്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നൽകുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ആരെങ്കിലും ജോയിൻ ചെയ്യാത്തതുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നേരെ നമുക്ക് ഈ കാര്യത്തിലേക്ക് തന്നെ നടക്കാം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഒന്ന് കാണണേ. അപ്പോൾ നേരെ ഈ കാര്യത്തിലേക്ക് നടക്കാം. പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഈ മോഡൽ എക്സാം, SSLCയുടെ മോഡൽ എക്സാം ഭയങ്കര ടഫായിരുന്നു, അല്ലെങ്കിൽ ടഫായിരിക്കുമോ, അല്ലെങ്കിൽ ടഫായി കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ ലാസ്റ്റ് ഫൈനൽ എക്സാം ടഫാകാൻ വേണ്ടി ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ മോഡൽ എക്സാം ഈസി ആണെങ്കിൽ ഫൈനൽ എക്സാം ടഫാകുമോ, ഇനി മോഡൽ എക്സാം പാടാണെങ്കിൽ ഫൈനൽ എക്സാം ഈസി ആകുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിനുള്ള മറുപടിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ളതാണ്. സത്യത്തിൽ ഈ ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും അങ്ങനെ ചോദ്യപേപ്പർ ഇടില്ലല്ലോ. കാരണം മോഡൽ എക്സാം ഈസി ആയിട്ട് കൊടുത്തിട്ട് ഫൈനൽ എക്സാം പാടായിട്ടിരുന്ന ഒരു ക്രൂരത തന്നെയല്ലേ. ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല, അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല. ഇനി അഥവാ മോഡൽ എക്സാമിന് പാടാണെങ്കിൽ തന്നെ ഒരുപക്ഷെ ഫൈനൽ എക്സാം ഈസി ആവാനുള്ള ചാൻസും ഇല്ല. ഇനി അഥവാ മോഡൽ എക്സാം ഈസി ആണെങ്കിൽ തന്നെ ഫൈനൽ എക്സാം ടഫ് ആവാനുള്ള സാധ്യതയില്ല. അപ്പോൾ അതിലൊന്നും നിങ്ങൾ വീഴരുത്, നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കൊള്ളുക. അതിലൊന്നും ഇനിയിപ്പോൾ മോഡൽ എക്സാം ഈസി ആയിരുന്നു എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് ഇനി അത് വരുമ്പോഴത്തേക്കും, അതായത് ഫൈനൽ എക്സാം വരുമ്പോഴത്തേക്കും ഇനി അത് പാടായിരിക്കും എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കേണ്ട ഈ കാര്യങ്ങളൊന്നും ആലോചിച്ച് യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും അങ്ങനെയൊന്നും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മനഃപൂർവ്വം ടഫാക്കി ഇടാൻ വേണ്ടി ഒന്നും ആരും ശ്രമിക്കുകയൊന്നുമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ഇടാൻ ആരും അങ്ങനെ മനഃപൂർവ്വം കിടക്കട്ടെ എന്നൊന്നും പറഞ്ഞാൽ ആരും ഇടുകയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ അതോർത്തൊന്നും ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ സ്റ്റഡി ടിപ്സും അതോടൊപ്പം തന്നെ ട്രിക്സൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.